ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027ന്റെ 1ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെയെന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027ന്റെ 1ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് 1ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 60733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തി. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു.
വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങൾ അടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000-ഓളം ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. ജൂൺ 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695-ലും നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261-ലും വ്യാപാരം പുരോഗമിക്കുകയാണ്. സ്വർണ്ണവില പവന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂപ്പുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തൂപ്പുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ IT റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.